നമുക്ക് സക്രാപുരത്തിൽ പരിശുദ്ധ ശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നതല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകൾ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരുന്നു. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂടി, അത് ഭവനത്തിൻ്റെ കാഞ്ഞടിച്ചു, എങ്കിലും അത് വീടില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് ഭവനം പണിത ദോഷം തുല്യനായിരുന്നു. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂടി, അത് ഭവനത്തിൻ്റെ ആഞ്ഞടിച്ചു, അത് വീടുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവരുടെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നോമ്പുകാലത്തിൻ്റെ 2-ാം ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണം, ഒരു യഥാർത്ഥ സഭാപുത്രൻ പുത്രി അവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു തരികയാണ്. ഇന്ന് പഴയ നിയമം ആദ്യത്തെ വായന എന്ന് ശ്രദ്ധിച്ചിട്ടാണ് യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് 4-ാമത്തെ അധ്യായത്തിൽ. അവിടെ മനോഹരമായിട്ടുള്ള ഒരു രംഗം നമ്മൾ കണ്ടു. ജോർദാൻ നദി മുറിച്ച് കടക്കാൻ നിൽക്കുന്ന ഇസ്രായേൽ ജനത, നദി ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോഷുവ വാഗ്ദാനവേളം കുറിച്ചിരിക്കുന്ന പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ നദിയിലേക്ക് ഇറങ്ങും. കർത്താവിൻ്റെ കൽപ്പനയാണ്. കർത്താവ് ജോഷുവയോടാണ് സംസാരിച്ചിട്ടുള്ളത്, ഈ പുരോഹിതന്മാരോട് സംസാരിച്ചിട്ടില്ല. ജോഷുവ വഴിയാണ് ആദ്യം മോശ വഴി, ജോഷുവ വഴി ദൈവം അവരോട് സംസാരിക്കുന്നത്. ആ പറയുന്ന കാര്യം ദൈവം പറഞ്ഞതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പുരോഹിതന്മാര് ഒഴുക്കിലേക്ക് കാൽ വെക്കുന്നത് നമ്മൾ കാണുന്നു. യാതൊരു സംശയവും ഉണ്ടായില്ല. ഇത് കർത്താവിന്റെ വചനമാണ്, ജോഷുവയുടെ വചനം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവർ കാല് വെച്ചു. കാല് വെക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പില്ല വെള്ളം പറ്റും, മനസ്സിലായില്ല, ഒഴുകിപ്പോകാം, മരിക്കാം. ഇതൊക്കെ മനസ്സിലുണ്ടായിട്ടും ജോഷുവ തങ്ങളുടെ നേതാവ് അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി പുരോഹിതന്മാര് ഈ ജോർദാൻ നദിയിലേക്ക് കാല് വെച്ചു. വെച്ചമാണ് എന്തായി നമുക്ക് വചനങ്ങൾ വായിക്കുന്നത്, അല്ലേ? വെള്ളം അവിടെ നിർത്തുന്നത്. ഉണങ്ങിയ മണലിലൂടെ ഇസ്രായേൽക്കാര് ജോർദാൻ നദിയുടെ അപ്പുറത്തേക്ക് കടക്കണം. അവസാനത്തെ ആളും കയറി കഴിഞ്ഞിട്ടാണ് പുരോഹിതന്മാരോട്, ജോർദാൻ നദിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നവരോട് കയറി വരാൻ ഈ ജോഷുവ ആവശ്യപ്പെട്ടത്. അവര് കരയിലേക്ക് കയറിയത് വെള്ളം പഴയപടിയായി കരകളിൽ ഒഴുകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ജോഷുവ ദൈവവചനം ജനത്തിന്റെ പക്കലേക്ക് എത്തിക്കുന്ന ഒരു മധ്യവർത്തിയായിട്ട് നിലകൊള്ളുകയാണ്. ഇന്ന് തിരുസഭ എങ്ങനെ നിലകൊള്ളുന്നുവോ അതുപോലെ ജോഷുവ നിലകൊള്ളുകയാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ഭാവം എന്താണെന്ന് ചോദിച്ചാൽ, തിരുസഭയാകുന്ന അമ്മയിലൂടെ വിളമ്പിത്തരുന്ന വചനങ്ങൾ വേണ്ടത്ര ഗ്രഹിച്ച്, വേണ്ടത്ര ശക്തി പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗീയ ഓർസത്തിലേക്ക് നടന്ന് നടന്ന് അടുക്കാൻ പറ്റുന്നവരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, മറ്റു പ്രബോധനങ്ങളിൽ ഒന്നും പെട്ടുപോകാതെ ശൈഹികമായിട്ടുള്ള പ്രബോധനങ്ങളിൽ മാത്രം അടിയുറച്ച് നിന്ന്, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന പ്രബോധനങ്ങളിൽ അടിയുറച്ച് നിന്ന്
ക്രിസ്തുവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നവരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. നമ്മുടെ ചുറ്റുപാടും മറ്റനേക സെക്റ്റുകളും കുറെ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലരും ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് പറഞ്ഞു, ഈ കാറ് കൊണ്ട് വരാൻ പോകുന്ന 17-ാം തീയതി വന്നിരിക്കണം ധ്യാനം കൂടാൻ. അങ്ങനെ ക്ഷണിച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ജോലിയെടുത്ത് നന്നായിട്ട് ആട്ടി വിട്ടേക്കണം. ചേച്ചി പറഞ്ഞു, ജീവൻ പോയാലും ഞങ്ങൾ പോയില്ല. പ്രിയമുള്ളവരെ, നമ്മളെ വിശ്വാസം ആഴപ്പെട്ട് നിന്നില്ലെങ്കിൽ നമ്മളെ കള്ളന്മാർ കൊണ്ടുപോകും. നമ്മൾ പറയാറില്ല, കാക്ക കൊണ്ടുപോകുമെന്ന് പറയാറില്ല. കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കാക്ക കൊണ്ടുപോകുമെന്ന് പറയുന്നതുപോലെ സഭാമക്കളെ പിശാച് കുത്തിക്കൊണ്ട് പോകും. ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. വിവിധ ശക്തികളിലേക്ക്, വിവിധ പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകും. അവർ വരുമ്പോൾ നമുക്ക് ഈ വചനത്തിൽ ആഴമില്ലെങ്കിൽ നമുക്ക് തോന്നും അതാണ് ശരിയെന്ന്, അല്ലേ? സഭയാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാതൃക ആരാണ്? ചിലപ്പോഴൊക്കെ സെമിനാരിയിൽ പോകുന്നവര് ജമാച്ചന്മാർ പോയി കഴിയുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ അച്ഛനെ കണ്ടിട്ടാണ് വന്നത്, പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ സ്വഭാവം ശരിയാണ്, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. ഞാനവരോട് പറയും, നിങ്ങളെ അച്ഛനെ കണ്ടിട്ടാണോ കർത്താവിന്റെ അടുത്തേക്ക് വന്നത്? ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത നിങ്ങളിൽ ആർക്കെങ്കിലും പാപം തെളിയിക്കാൻ കഴിയുമെന്ന് പരസ്യമായി ചോദിച്ച ഒരു നേതാവ് നമുക്കുണ്ട്. ആ നേതാവാണ് കുരിശിൽ കിടക്കുന്നത്. അവനിൽ ഒരു തെറ്റും ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവനെ അനുകരിക്കാനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ പരിശ്രമിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്നെ അനുകരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരല്ല. എനിക്ക് കുറവുകൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, പാകപ്പുകൾ ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്ന ഈ വചനത്തിന് തെറ്റൊന്നും വരില്ല, വചനഗ്രന്ഥത്തിന് തെറ്റ് വരില്ല. അതുകൊണ്ട് വചനത്തെ അനുസരിക്കുക, അനുകരിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുക. പള്ളിയിലെ വികാരിച്ചിനെ അല്ല അനുകരിക്കേണ്ടത്. ആരെ അനുകരിക്കേണ്ടത്? ക്രിസ്തുവിനെ അനുകരിക്കുക. അപ്പൊ തെറ്റുപറ്റില്ല. പ്രിയമുള്ളവരെ, എവിടെയും പതറിപ്പോകാത്തൊരു വിശ്വാസം. നമുക്ക് രോഗം വരാം, പ്രതിസന്ധി വരാം, പ്രതികൂല ഘട്ടങ്ങൾ വരാം, എന്തൊക്കെ സംഭവിച്ചാലും പതറിപ്പോകാത്ത ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഈ കഴിഞ്ഞ ദിവസം തന്നെ വ്യാഴാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വണ്ടി ഇടിച്ചില്ലേ, അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. ഞങ്ങളെ അച്ഛന്മാരെ ധ്യാനം വിശ്വസിച്ച് അവിടെ പോകുന്നത്. ഞാൻ മല കയറി ഇറങ്ങി വന്നു. ഉപവാസമായതുകൊണ്ട് അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കം വന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ സ്വയം എൻ്റെ കവളത്തൊക്കെ ഇങ്ങനെ അടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ഉറക്കാനില്ല. അപ്പോൾ എനിക്ക് പുതിയൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ തോന്നി വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് അവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാണ്. വണ്ടിയിൽ കിടന്ന് ഉറങ്ങാം. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ദൈവമേ, കാറിൻ്റെ ഉള്ളിൽ ലോകമിട്ട് ഒരു അച്ഛൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കണ്ടാൽ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വെള്ളം അടിച്ചിട്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാർക്ക് നാളെയാണോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വഴിമുടിയതേ ഉള്ളൂ, അങ്ങോട്ട് പോയേക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് ഒരു 1/2 കിലോമീറ്ററോളം എൻ്റെ കാറ് മുന്നോട്ട് പോയി. ഒരു കുറ്റി വെള്ളക്കാലിൽ ഒരു കുറ്റി പോസ്റ്റ് മേടിച്ച് അതിനെ കടയോടെ കോൺക്രീറ്റ് അടക്കം പറിച്ച് ഇറക്കി കുറച്ച് ഒരു കാലയുടെ സൈഡിൽ പോയി കണ്ടിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിനെ ഒരുപാട് നന്ദി പറയാം. ഓടിക്കൂടിയവരൊക്കെ വിചാരിച്ചത് ഞാൻ തീർന്നതാണ്. പക്ഷെ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ എൻ്റെ കർത്താവിനെ സംരക്ഷിച്ചു. എന്നെ സംരക്ഷിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഈശോയ്ക്ക് എപ്പോഴും ഇതുവരെ എപ്പോഴും നന്ദി പറച്ചിലാണ്. എന്തിനാണെന്നറിയാമോ? ആ വണ്ടി വേറെ ആരെങ്കിലും മേലെ ഇടിച്ചെങ്കിലോ, ആരെങ്കിലും മരണപ്പെട്ടെങ്കിലോ ജീവിതകാലം മുഴുവനും കരഞ്ഞു കഴിയേണ്ടതാണ്. അതുമാത്രം സംരക്ഷണം കർത്താവ് ഈശോ നമുക്ക് മക്കളായി നമുക്കൊക്കെ തരുന്നത്. ഈശോയ്ക്ക് എന്തുപോലെ നന്ദി പറഞ്ഞാലാണ് മതിയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കർത്താവിന്റെ പാത പിന്തുടർന്ന് കർത്താവിന്റെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കർത്താവിന്റെ ഒരു സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ആര് പറഞ്ഞാലും എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ കർത്താവിൽ നിന്ന്, സഭയാകുന്ന അമ്മയുടെ കരം പിടിച്ചുള്ള സ്വർഗീയ അവസ്ഥയ്ക്കുള്ള എൻ്റെ യാത്രയിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും പറയാറുണ്ട്, കള്ളനെ കണ്ട പട്ടി കൊര നിർത്തില്ല. ആ കൊര കേട്ട് കുറച്ച് പട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വായ കഴിക്കുമ്പോൾ നിർത്തുന്നു. പക്ഷെ കള്ളനെ കണ്ട പട്ടി കൊര നിർത്തില്ല, കള്ളനെ പിടിക്കുന്നത് വരെ. നമ്മൾ കർത്താവിനെ കണ്ടവരാണ്. നമുക്ക് അങ്ങനത്തെ വിശ്വാസം സ്നേഹം പകർന്നുണ്ട്. അവന്റെ തിരുവിലാവിൽ വിരല് കടത്തി അത്രമാത്രം ഈശോ ഇന്നും ജീവിക്കുമെന്ന് ബോധ്യപ്പെട്ട
വേറെ ശിഷ്യന്മാരൊന്നുമില്ല, അത് തോമാസിക മാത്രമേ ഉള്ളൂ. ആ തോമാസിക പകർന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ചങ്കൂറ്റത്തോടെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവരും ഈശോ കൃപ തരട്ടെ എന്ന് ഈ ഞായറാഴ്ചയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ